ഹലോ ചങ്കളെ, ദുബായിലെ ഒരു കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. സമയം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുമുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ സ്ഥിരം ചായ കുടി അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ നല്ല സൂപ്പർ പക്കവടയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം നമ്മൾ മെല്ലെ നമ്മുടെ സ്പോട്ടിലോട്ട് ഇങ്ങനെ നീങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മുടെ സ്പോട്ടിലോട്ട് പോകുന്നത് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. ദുബായിലെ ദേരയിലുള്ള സിറ്റി സെൻറ്റർ മെട്രോ സ്റ്റേഷൻ, അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും നമ്മുടെ സ്പോട്ടിലോട്ട് എത്താൻ. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് നമ്മുടെ ഒരു അടുത്ത മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് ADCB മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ ആക്ച്വൽ പ്ലേസ് നെയിം വരുന്നത് ദുബായിലെ കറാമ. ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്ന നല്ല കിടിലൻ സ്പോട്ടാണിത്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ADCB മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ സ്പോട്ടിലോട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മെല്ലെ നമ്മുടെ സ്പോട്ടിലോട്ട് നടക്കുകയാണ്. ഒരു പാലം കടന്നു വേണം നമ്മുടെ സ്പോട്ടിലോട്ട് എത്താൻ. അപ്പോൾ ഏകദേശം റോഡിൽ നിന്ന് നമ്മുടെ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. ദുബായ് ഫ്രെയിം, കറാമയിലുള്ള ദുബായ് ഫ്രെയിമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ അടുത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ദുബായ് ഫ്രെയിം, ഈ ഒരു സ്പോട്ട് വരുന്നത് ADCB മെട്രോ സ്റ്റേഷൻ്റെയും അതുപോലെ മാക്സ് മെട്രോ സ്റ്റേഷൻ്റെയും ഇതിൻ്റെയും ഒരു മിഡിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. സബീൽ പാർക്കിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു നിരീക്ഷണാലയമാണ്. ഏകദേശം ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരുപാട് സ്മാരകങ്ങൾ, ദുബായിലെ പഴയ കാലഘട്ടങ്ങൾ, പാസ്റ്റ് അതുപോലെ പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇവയൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരുപാട് പിക്ചേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു സ്ഥലമാണ് ഈ സബീൽ പാർക്ക്. അപ്പോൾ അതിലെ ഒരു സ്പോട്ടാണ് ഈ ഒരു ദുബായ് ഫ്രെയിം. ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫ്രെയിം എന്നുള്ള റെക്കോർഡ് ഈ ഒരു ദുബായ് ഫ്രെയിമിലുണ്ട്. നമ്മളെന്തായാലും പാലം കടന്ന ശേഷം നമ്മുടെ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ ഏകദേശം ഒരു സറൗണ്ടിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട്, അതായത് സബീൽ പാർക്കിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കോമ്പൗണ്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 50 ദിർഹംസ് ആണ് മുതിർന്നവർക്ക് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 20 ആണ് വരുന്നത്, 20 ദിർഹംസ്. പീക്ക് അവേഴ്സിൻ്റെ സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു എമൗണ്ട് വാരി ചെയ്യാൻ സാധ്യതയുണ്ട്. ആക്ച്വലി നമ്മൾ സ്പോട്ടിലോട്ട് വന്നപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. പരിസരത്ത് നിന്ന് നമ്മുടെ ദുബായ് ഫ്രെയിം കണ്ട ശേഷം മടങ്ങി പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ബുർജ് ഖലീഫ ഏകദേശം ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു സറൗണ്ടിങ്ങിൽ തന്നെയാണ് സബായിൽ ബിൽഡിംഗ് വരുന്നത്.
ഈ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ തന്നെയാണ്. ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം അതിൻ്റെ ആ ഒരു ഉയരം. ഏകദേശം 150 മീറ്ററോളമാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. പിന്നെ ഏകദേശം ഒരു 95.50 സംതിങ് മീറ്ററാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത്. ദുബായ് ഫ്രെയിമിൽ മറ്റൊരു അട്രാക്ഷൻ വരുന്നത് ഇതിൻ്റെ ഒരു റിംഗ് ഡിസൈനാണ്. അതിൽ കൊടുത്തിട്ടുള്ള റിംഗ് ഡിസൈൻ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വരുന്നത് എക്സ്പോ 2020 ദുബായിയുടെ ലോഗോ ഉണ്ട്. അത് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഈ റിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15,000-ൽ-അധികം സ്ക്വയർ മീറ്റർ ഓഫ് ഗോൾഡൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഇത് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഗോൾഡൻ ഫീച്ചർ പറഞ്ഞല്ലോ, ഗോൾഡൻ റേഷ്യോ ആയിട്ടുള്ള 1.618 ആ ഒരു ഗോൾഡൻ റേഷ്യോ അനുസരിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സഞ്ചാരികൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു ഫ്രെയിമിലൂടെ നടക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉണ്ട്, വാക്ക് വേ. അതായത് ഏകദേശം ഒരു 25 മീറ്റേഴ്സ് 2 പാരലൽ ടവർ പോലെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഫ്രെയിമിൻ്റെ 2 ഭാഗങ്ങൾ അത് കണക്ട് ചെയ്യുന്ന ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, അതിലൂടെ നടക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. ദുബായ് ഫ്രെയിമിൻ്റെ സറൗണ്ടിങ്ങിൽ നടക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. ഒരുപാട് പേര് നടക്കാൻ വേണ്ടി മാത്രം ഈ ഒരു സ്പോട്ടിലോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പരിസരത്ത് കൂടി സറൗണ്ടിങ്ങിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഈ വിസിറ്റിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള പ്ലാൻ എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് വേ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്രാവശ്യം പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഈ ഒരു പരിസരത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കളർഫുൾ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു ഇതിൽ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കിടിലൻ ഒരു ഈവനിങ് ആയിരുന്നു ദുബായ് ഫ്രെയിം. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ആ ഒരു പരിസരത്ത് നിന്ന് കാണാൻ പറ്റി. പിന്നെ ഏകദേശം ദുബായ് ഫ്രെയിമിൻ്റെ ആ ഒരു സറൗണ്ടിങ്ങിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചാണ് നമ്മുടെ ഈവനിങ് ചിലവഴിച്ചത്. ഒരുപാട് പേര് ഈ ഒരു പരിസരത്ത് നടക്കുന്നുണ്ട്. ദുബായ് ഫ്രെയിം വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയം വരുന്നത് ഏകദേശം ഒരു വൈകുന്നേരമായിരിക്കും. 5 മണി മുതൽ ഒരു 8 മണി വരെ. നൈറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ ഫ്രെയിം കാണാൻ ഒന്നും കൂടി ഭംഗിയായിരിക്കും. ഡേയിൽ തന്നെ നല്ല ഭംഗിയാണ്. നൈറ്റിൽ കുറച്ച് ഗ്ലിറ്ററിങ്ങും ഒരു ഷൈനിങ്ങും ഒക്കെ ഉണ്ടാവും കൂടുതൽ. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ലുക്കായിരിക്കും ഈ ഒരു ദുബായ് ഫ്രെയിം കാണാൻ. എന്തായാലും ഏകദേശം ഒരു നമ്മൾ 2 മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. നമ്മൾ റിട്ടേൺ എടുക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ADCB മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. നടന്നു വന്ന ശേഷം നമ്മൾ ഏകദേശം മാക്സ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു 2 മെട്രോ സ്റ്റേഷൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ADCBയുടെയും മാക്സ് മെട്രോയുടെ ഇടയിലായിട്ടാണ് ഈ ഒരു ദുബായ് ഫ്രെയിമൊക്കെ വരുന്നത്. മെട്രോയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. ദുബായ് ഫ്രെയിം നമുക്ക് മെട്രോയുടെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം എന്തായാലും കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കിടിലൻ വൈബായിരുന്നു. അപ്പം എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് ദുബായിലെ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഔട്ട് ഫ്രം മിസ്റ്റർ യോ. താങ്ക് യു.